അമ്മേ, മുൻവശത്തെ വാതിലടച്ച് കണ്ടപ്പോ ദാമോദരനും ഭാര്യയും കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. എവിടുന്നാ നീ ഇപ്പോ? ഈയിടെ നിന്റെ കത്തൊന്നും കാണാനില്ലല്ലോ. ഞാനിങ്ങനെ ഓരോ പ്രശ്നത്തിലായിരുന്നു. എപ്പോഴാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുക? ഈ കാലിൽ ഇങ്ങനെ അഴുക്ക് വെള്ളം തട്ടിക്കരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ തുണികളൊക്കെ ആരാ അലക്കുക? വല്ലോന്റെ വീടല്ലേ, വെറുതെ കുത്തിരുന്ന് ഉണ്ണാൻ പറ്റുമോ? എന്നാലും ഞാൻ ആ ചെന്തമരിയുടെ ഇല കുറച്ച് പൊട്ടിച്ചോണ്ട് തട്ടെ. രക്തഭാഗത്തിന് ഈ ഇല കെട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല കുട്ടി. നിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കയറ്റം കിട്ടുവോ? ആ ജോലി പോയമ്മേ. അതിശയില്ല, നിനക്കിപ്പോ ശനിദശയാ. കാവില് വെളിച്ചെണ്ണ നടന്നിട്ട് അതും കൂടി കത്തിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ല. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് യാത്ര ചോദിക്കാനാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. അത് വേണ്ട കുട്ടി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റുമമ്മേ. എന്നാലും ഇടയ്ക്കൊക്കെ നിന്നൊന്ന് കാണാൻ പറ്റിയില്ലേല് എനിക്കെന്ത് മനസമാധാനമുള്ളേ? അമ്മ ഇത് വെച്ചോ. എനിക്കിപ്പോ ഒന്നും വേണ്ട. കാശുണ്ട് അമ്മേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ട്. കൂടുതൽ സമയം നിൽക്കുന്നില്ല, ഞാൻ വിശദമായിട്ട് എഴുതാം. അപ്പൊ നീ പോവാണോ? വല്ലതും കഴിച്ചിട്ട്? വേണ്ട, അടുക്കള അവർ പൂട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അതുകൊണ്ടല്ല, സമയമില്ല. ഞാൻ ചെന്നിട്ട് എഴുതാം. എഴുതാം. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ബാലേട്ടാ, അത് വെറുതെ മനുഷ്യനെ തൊന്തരപ്പെടുത്തല്ലേ. ബാലേട്ടാ, വേറൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ടാ. അച്ഛൻ മരിച്ചേ പിന്നെ സ്ഥിതിയൊക്കെ വളരെ മോശമായി. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കിടപ്പാടം വരെ അമ്മയ്ക്ക് വിൽക്കേണ്ടി വന്നു. എന്നെങ്കിലും ഞാനൊരു കര പറ്റുമെന്ന് പാവ അമ്മ വിചാരിച്ചു. ബാലേട്ടനറിയോ, ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ അനാഥയെ പോലെ കഴിയാൻ എൻ്റെ അമ്മ. അറബിക് കഥകളിലെ രാജകുമാരനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാൻ അവിടെ ചെല്ലുമെന്ന അമ്മയുടെ വിചാരം. മടുത്ത് ബാലേട്ട. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി, വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. അത്രയുള്ള എൻ്റെ ആശ. പോയി കിടന്നുറങ്ങ്. ഏതായാലും നേരം വിളിക്കട്ടെ. ഒരു കാരണവുമില്ല. സത്യം പറയട്ടെ ബാലേട്ട, പട്ടിണിയിലാണ്. ഒരു പട്ടിണി. കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കൊക്കെ പിച്ചെടുത്ത് ജീവിക്കാം. പുതിയ പുരയ്ക്കൽ നാരായണൻകുട്ടി നാരുടെ മകന് തണ്ടും തടിയും ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇറക്കാനും വയ്യ. ദാസ, വല്ലതും വാങ്ങിച്ചു കഴിച്ചോ? കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത്, ജോലിയുടെ. ഇനി അയാളുടെ അടുത്ത് പോകാൻ വയ്യ. നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ ഇത് വാങ്ങ. വേണ്ട ബാലേട്ട, ഞാനല്ലേ തരുന്നത്. ഇപ്പൊ വേണ്ട. അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. അതാ ഇപ്പോ ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. പോസ്റ്റ്മാൻ വന്നപ്പോ അമ്മ വാങ്ങി വെച്ചതാ. കുടിലിൽ താമസിക്കുന്ന കുറെ പേര് വെങ്കടേശന് ഭയന്ന് ഒഴിഞ്ഞു പോയത്രേ. കത്തെവിടുന്ന? എന്തുണ്ടായി? ഒന്നുമില്ല. ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും കത്തയക്കുമോ? ശവോടൊക്കെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്നാണോ? പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയല്ലേ. അയാളുടെ കയ്യിൽ
കാശൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. എന്റേല് കുറച്ച് രൂപയുണ്ടമ്മേ. അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ. ശരിയാ, അതിൻ്റെ എവിടുന്നാ കാശ്? മോൾ അതങ്ങ് എടുത്തു കൊടുത്തേക്ക്. അമ്മയും വാ. വയ്യ മോളെ, എനിക്ക് ആ കുട്ടിയെ കാണാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ? അയാൾക്കൊരു ആശ്വാസമാവട്ടെ. ശരി, മോൾ അതിങ്ങ് എടുത്തോണ്ട് വാ. നാട്ടിൽ പോവാൻ കാശില്ലെന്നോർത്ത് മോൻ വിഷമിക്കണ്ട. ദാസം പുറപ്പെട്ടോളൂ. എല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. അവിടെ ഇനി ആരെയും കാണാനില്ല. എന്നാലും വീട്ടുകാര്. എനിക്ക് വീടും വീട്ടുകാരൊന്നുമില്ല. എന്താ ഇരുട്ടത്തിരിക്കുന്നത്? അമ്മ പറഞ്ഞു എന്തേലും കഴിക്കാൻ. വരൂ. എനിക്ക് തീരെ വിശപ്പ് തോന്നുന്നില്ല. അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയാൻ. വന്നേ, എനിക്ക് പാത്രം കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഏതർത്ഥത്തിൽ? ഇപ്പൊ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞങ്ങൾ അത്രയ്ക്കങ്ങ് മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ. അയ്യോ, അതല്ല. എന്നാ കഴിച്ചേ. നാട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട വീട്ടിലായിരുന്നു അമ്മ. ഉടനെ വിവരം അറിയിക്കാൻ അവർക്കെന്റെ മേൽവിലാസം അറിയില്ലായിരുന്നു. അമ്മയുടെ ഇരുമ്പ് പെട്ടിക്കടിയിൽ നിന്ന് 2 ദിവസം മുമ്പാണത്രേ ഈ അഡ്രസ്സ് കിട്ടിയത്. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളൂ. എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. ഡ്രൈവറായിരുന്നു. കാലത്ത് എന്റെ കയ്യിൽ നിന്ന് ചോറുപതിയും വാങ്ങിച്ചു പോയതാ. രാത്രി നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. 11 മണിയായിട്ടും ആളെ കണ്ടില്ല. പിന്നെ പഠിക്കൽ ഒരു ആംബുലൻസ് വാനാ വന്നു നിന്നത്. എത്രയോ ദിവസം കഴിഞ്ഞിട്ടും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോ രാധയെന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാന്തയിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും. കുറെ കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു. മറന്നല്ലേ പറ്റൂ. സോറി, ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞു പോയതാണ്.